നിങ്ങളെവിടെയായിരുന്നു ഇത്ര നേരം? ഞാൻ എത്ര വട്ടം ഫോൺ വിളിച്ചു? ഒന്ന് ഫോൺ എടുക്കുക. എത്ര മെസ്സേജ് അയച്ചു ഞാൻ? എന്നാൽ കണ്ട ഒന്ന് തിരിച്ച് വിളിക്കുക. എന്തെങ്കിലും അത്യാവശ്യമുള്ളതുകൊണ്ടല്ലേ ഫോൺ വിളിക്കണത്? അല്ല, ഇനി മാത്രം അത്യാവശ്യം എന്തിട്ടായിരുന്നു നിങ്ങൾക്ക് ഫോൺ വരെ തിരിച്ച് വിളിക്കാൻ പറ്റാത്തത്? എവിടെയായിരുന്നു നിങ്ങൾ? ഞാൻ ടൗണിൽ പോയതാണ്. കുറേ നാളായാലും നമ്മുടെ കബീർ ഖാൻ കണ്ടിട്ട്. അപ്പം എന്താ വിശേഷം എന്നറിയാനായിട്ട് കബീർ ഖാനെ ഞാൻ വിളിക്കാൻ നിൽക്കുമ്പോൾ കബീർ ഖാൻ്റെ കോള വന്നു. കോളെടുത്തപ്പോൾ കബീർക്ക് വേഗം വരാൻ പറഞ്ഞിട്ട് വണ്ടിയിൽ നിന്ന് വീണിട്ട് കബീർ ഖാക്ക് ആകെ വയ്യാണ്ട്. വേഗം ഞാനവിടുന്ന് പോയി നോക്കി കഴിഞ്ഞപ്പോൾ കബീർ ഖായുടെ കാലൊക്കെ ആകെ കെട്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കെട്ടി വെച്ച് വീട്ടിൽ കൊണ്ടാക്കി അവിടെ ആളെ കിടത്തി സമാധാനിപ്പിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോന്നു. അതാണ് ഫോൺ എടുക്കാൻ പറ്റാഞ്ഞത്. അങ്ങനെയാണല്ലേ? ഫോൺ എടുക്കാണ്ടായപ്പോൾ ഞാൻ എന്തിട്ടൊക്കെയോ വിചാരിച്ചു. നിങ്ങൾക്കപ്പോൾ ഇത്തിരി നേരം കൂടി നിങ്ങൾക്ക് അവിടെ ഇരിക്കായിരുന്നില്ലേ കബീർക്കാടെ അടുത്ത്? സാരില്ല, നമുക്ക് രണ്ടാൾക്കും കൂടി വൈകുന്നേരം പോവാം കബീർക്കാനെ കാണാൻ. നിങ്ങളിപ്പോൾ കയറുക. ഞാൻ പറഞ്ഞതൊക്കെ വിശ്വസിച്ച അങ്ങനെ പതിവില്ലല്ലോ. എന്തായാലും പൊളിച്ചു മോനെ, പൊളിച്ചു. ആ വായോ, നിങ്ങൾ വണ്ടിയിൽ നിന്നൊക്കെ വീണിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാലുമ്പോൾ വലിയ കെട്ടൊക്കെ ആയിട്ട് കൊണ്ടുവന്നില്ലേ? ദേ കബീർക്കടിക്കണു. എന്തേ തൊണ്ട വരലുണ്ടാ? കുടിക്കാൻ എന്തായാലും വെള്ളം എടുത്തിട്ട് വരാട്ടാ. എൻ്റെ കബീർക്ക, നിങ്ങളെ വിശ്വസിച്ചൊരു കാര്യം ചെയ്യാൻ പറ്റണ്ടായില്ല. ഈ ചതി എന്നോട് വേണ്ടിയിരുന്നില്ല കേട്ടാ. ഞാൻ നിന്നെ എത്ര വട്ടം വിളിച്ചൂടാ, നീ ഫോൺ എടുക്കണ്ടേ? ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. തലവേന വരുന്നുണ്ട്. ഞാൻ വന്നത് എന്തിനാന്ന് മനസ്സിലായ? എൻ്റെ കല്യാണാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വരിക. എന്താ കല്യാണക്കുറി? ശരി, ഞാൻ കേട്ടെന്നാ. ശരി എന്നാ. വയസ്സുകാലത്ത് അങ്ങനെ പെണ്ണ് കിട്ടില്ല ആൾക്ക്. സമാധാനായി. ഈ പെണ്ണിനെയാണോ കെട്ടണത്? ഇവള് ശരിയല്ല. ഇവളെനിക്കറിയാം. അയ്യോ, ആ മനുഷ്യന് എന്തൊരു നല്ല സ്വഭാവാ. ഇവളെയാണോ കെട്ടാൻ പോണത്? ഇവളെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇവള് നല്ല സ്വഭാവക്കാരിയല്ല. നിങ്ങൾക്കറിയില്ല ഇവളെ? എനിക്കറിയാം. പിന്നെ എന്താ അവരോട് പറയാത്ത നിങ്ങള്? നിന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ആൾക്ക് നിന്നെപ്പറ്റി നന്നായിട്ട് അറിയണം. നീ എങ്ങനെയാണ്, നിന്റെ നല്ലത് എന്താ